എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. ചോറോ ചപ്പാത്തിയോ പൊറോട്ടയോ ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തൈസാണ് എടുക്കുന്നത്. തൈസ് തന്നെ എടുക്കണം എന്നില്ല, ഫുള്ളായിട്ടുള്ള ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ളത് എടുത്താലും മതി. പക്ഷേ ബോൺലെസ് എടുക്കുന്നതിനെക്കാട്ടിലും വിത്ത് ബോണുള്ള ചിക്കൻ എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഈ റെസിപ്പിക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ഒരുപാട് എരിവ് കാണില്ല, നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. 800 ഗ്രാമിന് ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചാണ് ചേർക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുകയാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊരു 1.5 ടീസ്പൂൺ ഓളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്കിനി ഇത് റോസ്റ്റ് ആക്കുമ്പോൾ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. വൈറ്റ് വിനീഗർ, കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈറ്റ് വിനീഗറാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. വിനീഗർ ഇല്ലാത്തവർക്ക് നാരങ്ങ നീര് ചേർത്താലും മതി. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് തലേദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നോർമൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. നമ്മളിവിടെ 1 മണിക്കൂറൊന്ന് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് എണ്ണയിൽ നമ്മളതൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പകുതി വേവിച്ചിട്ടല്ല എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ചെറു തീയിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഈ തൈസ് ഇതിൽ ഇട്ടിട്ട് നമുക്ക് ചെറു തീയിലിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 ഞാൻ ഇതുപോലെ പാനിൽ ചെയ്തു. 2 ഞാൻ എയർ ഫ്രൈ ആണ് ചെയ്തത്. എയർ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 190 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ഒരു സൈഡ് ബേക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ അപ്പുറത്തെ സൈഡും കൂടെ ബേക്ക് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടി. അപ്പോൾ ഒരു സൈഡ് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1/2 മണിക്കൂർ എടുത്തിട്ടാണിത് ചെറുതീയിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്ക് ചെയ്ത എണ്ണയിൽ നമുക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്കൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് റോസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി. ഇഞ്ചി വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ചാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് മൊത്തത്തിൽ ചെറിയ ഉള്ളിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി അത്ര ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു പിടിയാണ് ചേർത്തിരിക്കുന്നത്. 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഒന്ന് സ്ലൈസ് ചെയ്ത്, ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് വേണ്ട. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സവാള ഇതിൽ വേണ്ട. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു സവാള ചേർത്താൽ മതി. സവാള നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതും കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുകയാണ്. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഓയിൽ വെള്ളം ഒഴിച്ചത് ഒന്ന് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി, ഒരു വലിയ തക്കാളി ആണെങ്കിൽ അത് അരിഞ്ഞിട്ട് ചേർക്കാം. ഞാനിവിടെ കുഞ്ഞു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു തക്കാളിയുടെ അളവിൽ ചേർത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു റോസ്റ്റിന്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 1.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഞാൻ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ തൈസ് ഇങ്ങനെ മുഴുവൻ ഇട്ടുകൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ചിട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ 3 തൈസാണ് ഇതിലേക്ക് ചേർത്തത്. പാത്രത്തിൽ ഒരുപാട് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു മസാല ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കുക. ഇതിനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ചെറുതീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഓൾറെഡി വെന്തതാണ് എങ്കിൽ കൂടി ആ മസാലയൊക്കെ അതിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ റോസ്റ്റിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു ഗ്രേവിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു തവണയെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യിൽ വറുത്തിട്ടുള്ള കിസ്മിസും കാഷ്നട്ട്സും പിന്നെ കുറച്ച് കറി ലീവ്സും അതുപോലെ തന്നെ കുറച്ച് ഉള്ളി വറുത്തതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പം സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. നെയ്യിൽ വറുത്തതും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ സ്പെഷ്യൽസ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഈ ചിക്കൻ റോസ്റ്റ്. ഈ ചിക്കൻ റോസ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട പ്ലം കേക്കും സ്റ്റാർ ബ്രെഡും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ കുറേ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഫോട്ടോസും ഫീഡ്ബാക്സും ഒക്കെ അയച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അയച്ചു തരാം. എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്ന റെസിപ്പീസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്